കേരളം അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. തങ്ങൾ രേഖപ്പെടുത്തിയ വോട്ടുകൾ എത്രയാണെന്നും സംസ്ഥാനത്തിന്റെ വിധി നിർണയിക്കുന്ന ആ പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ ചിത്രം എന്താണെന്നും അറിയാൻ. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 2 പകലുകളും രാത്രിയും പിന്നിട്ടിട്ടും കൃത്യമായ ഒരു കണക്ക് നൽകാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് കേവലം സാങ്കേതികമായ ഒരു കാലതാമസമല്ല, മറിച്ച് ലോകത്തിന് തന്നെ മാതൃകയെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മേലെ ഏൽക്കുന്ന കരിനിഴലാണ്. ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കോടികൾ ചിലവഴിച്ച് ക്യാമ്പയിനുകൾ നടത്തുന്നവർ ആ വോട്ടുകൾ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി സമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഇത്രയധികം സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിലെ കാലതാമസമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി കമ്മീഷൻ വൃത്തങ്ങൾ നിരത്തുന്ന ന്യായീകരണം. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ ഡാറ്റ എൻട്രിയുടെ സങ്കീർണതകളെക്കുറിച്ച് പറയുന്നത് അവിശ്വസനീയമാണ്. വ്യാഴാഴ്ച വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരം ബൂത്തുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്തവരുടെ ഏകദേശ കണക്കുകൾ ലഭിച്ചെങ്കിലും അതിനുശേഷം വന്ന ഓരോ മണിക്കൂറിലും ഈ കണക്കുകളിൽ വ്യക്തത വരുത്താൻ കമ്മീഷന് സാധിച്ചിട്ടില്ല. ഹോം വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളവയാണ്. ഇവയുടെ കണക്കുകൾ ഒത്തുനോക്കാൻ ഇത്രയേറെ ദിവസങ്ങൾ വേണ്ടിവരുന്നത് ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാത്തത് രാഷ്ട്രീയ പാർട്ടിക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയ്ക്കും സംശയങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകളിൽ നേരിയ മാറ്റം പോലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നിരിക്കെ കമ്മീഷന്റെ ഈ മെല്ലെപ്പോക്ക് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. ഏറ്റവും ഗൗരവകരമായ വിഷയം പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ജനാധിപത്യത്തിന്റെ കാവലാളുകളായി സേവനമനുഷ്ഠിക്കുന്ന 10,000-കണക്കിന് ഉദ്യോഗസ്ഥർക്ക് സ്വന്തം വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചില്ല എന്ന ആക്ഷേപം കമ്മീഷന്റെ മുഖത്തേറ്റ കരിമഷിയാണ്. വോട്ടെടുപ്പിന് തലേദിവസം വരെ കേവലം 45% ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സൗകര്യം ഒരുക്കുമെന്ന് കമ്മീഷൻ നൽകിയ ഉറപ്പ് വെറും പാഴ്വാക്കായി മാറി. ഏകദേശം 20,000-ഓളം ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായതായി സർവീസ് സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഭരണഘടനാപരമായ അവകാശത്തിന്റെ നഗ്നമായ ലംഘനമാണ്. ഈ വിഷയത്തിൽ നീതി തേടി ഉദ്യോഗസ്ഥ സംഘടനകൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതിൽ പരാജയപ്പെട്ട കമ്മീഷൻ ഇപ്പോൾ ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലും ആശയക്കുഴപ്പം തുടരുകയാണ്. ലഭ്യമായ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം 78 കടന്നിരിക്കുകയാണ്. ഹോം വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും കൂടി ചേരുന്നതോടെ ഇത് 80% മുകളിൽ എത്തും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1987 ശേഷം കേരളം കാണുന്ന ഏറ്റവും വലിയ പോളിംഗ് ശതമാനമായി ഇത് മാറും. ഇത്രയും വലിയൊരു ജനപങ്കാളിത്തമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ കണക്കുകൾ അതീവ ജാഗ്രതയോടെയും വേഗത്തിലും കൈകാര്യം ചെയ്യേണ്ടതിന് പകരം കമ്മീഷൻ പുലർത്തുന്ന ഈ മൗനം പല വിധത്തിലുള്ള ദുരൂഹതകൾക്കും വഴിമാറുന്നുണ്ട്. അവധി ദിവസങ്ങളും ഡാറ്റ ക്രോഡീകരണത്തിന്റെ പിഴവുകളും കാരണമായി പറയാമെങ്കിലും ജനങ്ങളുടെ വോട്ടവകാശത്തെയും അതിന്റെ ഫലത്തെയും ബാധിക്കുന്ന കാര്യത്തിൽ ഇത്തരം ലാഘവ ബുദ്ധിയോടുള്ള സമീപനം ഒട്ടും ഗുണകരമല്ല. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം സംരക്ഷിക്കാൻ കമ്മീഷന് ബാധ്യതയുണ്ട്. അന്തിമ കണക്കുകൾ ഇനിയും വൈകുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വർദ്ധിപ്പിക്കാനും വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം തകരാനും മാത്രമേ ഉപകരിക്കൂ. അതിനാൽ തന്നെ അനാവശ്യമായ ന്യായീകരണങ്ങൾ ഒഴിവാക്കി എത്രയും വേഗം കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ട് ജനാധിപത്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ പറയുന്നത്.